കാഴ്ച കളഞ്ഞെന്നോ? അതെങ്ങനെ കാഴ്ച കളയാ? നീ അവനെ കണ്ണുകുത്തി പൊട്ടിച്ച. അതിനാണോ ഇത്ര പാട്? ഇന്റർനെറ്റിൽ 1000 വഴികളുണ്ട്. ദാ ഇനിയിപ്പോ അവന്റെ മുമ്പിൽ ഒരു ആനയെ കൊണ്ട് നിർത്തിയാൽ തന്നെ അവനൊന്നും അറിയാൻ പോകുന്നില്ല. അവനിപ്പോഴും സംസാരിക്കാലോ. അവനെങ്ങാനും പോയി പത്രക്കാരോട് പറഞ്ഞ ഉറപ്പായിട്ട് അന്വേഷണം ഉണ്ടാവും. എന്റെ ജോലിയും പോകും, നമ്മൾ രണ്ടുപേരും കുടുങ്ങും ചെയ്യും. നിനക്ക് അവനെ തട്ടാമായിരുന്നില്ല? ഏയ്, ഇങ്ങനെ ഓരോരുത്തരെ തൊട്ടാ ഞാനാര് റിപ്പറോ അതോ ജോളിയോ? ഓരോ നിമിഷം മനുഷ്യനെ ടെൻഷൻ അടിച്ച് പ്രാന്ത പിടിച്ചോണ്ടിരിക്കുക. അപ്പോഴും അവന്റെ ഒരു അതെ, ടെൻഷൻ നിനക്ക് മാത്രമല്ല എനിക്കുണ്ട്. ആ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ എന്റെ തോക്കിലെ ബുള്ളറ്റ് മാറ്റാനേ ഞാൻ എത്ര കഷ്ടപ്പെട്ടു നിനക്കറിയില്ല. അതാണ് നീ ചെയ്ത തെറ്റ്. അന്ന് ആരെ കൊല്ലാൻ വേണ്ടിയാ നീ തോക്കുമായിട്ട് വീട്ടിലേക്ക് വന്നത്? അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ അങ്ങേരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. ഉദയ എന്നോട് ക്ഷമിക്കുമായിരുന്നു. നിന്നേക്കാൾ എത്രയോ നല്ല മനുഷ്യനായിരുന്നു അങ്ങേര്. അല്ലാതെ നീ പറയുന്ന പോലെ അവനെ കൊല്ല് ഇവനെ കൊല്ല്. ഓ, അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് മുഴുവനും നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നാളെ നീ തന്നെ എന്നെ വന്ന് അറസ്റ്റ് ചെയ്യും. അതിലായിരുന്നു തന്റെ പ്ലാൻ. സിമി, അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തെച്ചിട്ട് ഒന്നും കിട്ടാനില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറ. ദാ ഇങ്ങനെ മസിലും വിരിപ്പിച്ച് ഭാര്യയുടെ ചൂട്ടിൽ കഴിയാതെ വല്ലപ്പോഴും ആ തലമണ്ട ഒന്ന് ഉപയോഗിക്ക്. കുടുങ്ങിയ രണ്ടുപേരും കുടുങ്ങും. First you listen to me. നിനക്ക് കണ്ണ് കാണാന്ന് എനിക്കറിയാം. ആ സിമിയുടെ കൂടെ വേറെ ആരൊക്കെയുണ്ട് നിന്റെ ലിസ്റ്റില്? ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ വിചാരിക്കുന്ന പോലെ അല്ല, ഞാൻ എല്ലാം നിന്നോട് പറയാം. നോ, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഇനി എന്നെ വിളിച്ച I'll call the police. And one more thing, go to hell. Anna, please, Anna. ഈ വഴി ആരെങ്കിലും ഓടുന്നുണ്ടോ? ഇല്ല സാർ. അപ്പോൾ
സിസ്റ്റർ ഇന്നലെ തന്ന ബ്ലഡ് സാമ്പിൾസിന്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയോ? ഇന്ന് ഉച്ചയാകുമ്പോൾ കിട്ടും സാർ. ഓക്കെ. ഹലോ, ഗുഡ്. ഞാൻ എത്തിക്കൊള്ളാം. അതെ, ഇന്നത്തെ എൻ്റെ അപ്പോയിൻമെന്റ്സ് ക്യാൻസൽ ചെയ്തു. ഓക്കെ ഡോക്ടർ. ഓക്കെ. റിലാക്സ്, ജെന്റിൽമാൻ, റിലാക്സ്, റിലാക്സ് പ്ലീസ്, റിലാക്സ്. ഓക്കെ. ഞാൻ ഡോക്ടർ സ്വാമി. ഇതെന്റെ ക്ലിനിക്കാ. നിങ്ങളൊരു ആക്സിഡന്റ് പറ്റി റോഡിൽ കിടക്കുകയായിരുന്നു. സാറേ, ഞാനാ ലോട്ടറി വിൽക്കുന്ന മാർത്ത. ഞാനും ഇവനും കൂടെ ഇന്നലെ രാത്രി സാറിനെ ഇവിടെ എത്തിച്ചത്. സാറിന് എന്നെ ഓർമ്മയില്ലേ? ഞാനാ സാറിനെ അന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിട്ടത്. ഇന്നലെ റോഡിലെന്താ പറ്റിയത്? ദേ സാറിന്റെ പാസ്പോർട്ടും പൈസ ഇന്നലെ രാത്രി സാറ് കിടന്നെടുത്തുനിന്ന് കിട്ടിയതാ. നിങ്ങൾ ഡോക്ടറാന്നല്ലേ പറഞ്ഞു? അതെ. ഡോക്ടർ, എന്റെ കണ്ണ് എന്താ പറ്റിയ? എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. കണ്ണ് സാറേ, പാവം, കണ്ണ് കാണാൻ പറ്റാത്ത ആളാണ്. അങ്ങനെ തോന്നുന്നില്ലല്ലോ. വാട്ട് ഹാപ്പൻഡ്? കോർണിയക്ക് ഡാമേജ് പറ്റിയിരിക്കുകയാണ് കേട്ടോ. ഇത് അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള. നമുക്ക് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാം അല്ലേ? എന്നാ അങ്ങോട്ട് എങ്ങോട്ടും പോണ്ട, എന്റെ ക്ലിനിക്കിൽ തന്നെ. ഫോർച്ചുനേറ്റ്ലി വി ഹാവ് ഗോട്ട് എ വെരി ഗുഡ് ഐ സ്പെഷ്യലിസ്റ്റ് ഹിയർ, ഡോക്ടർ വനജ. ഡോക്ടറെ എപ്പോ വരും? ഒരു 7 മണിക്ക് അവർ വരും അല്ലേ? ബട്ട് അതിനു മുമ്പ് ഈ റോഡിലേക്ക് കിടന്നല്ലേ, വിൽ ഗോ ഫോർ എ ടെറ്റനസ് ഷോട്ട്. ഓക്കെ, ഒന്ന് കാമാകാനുണ്ട്. ഓക്കെ, ഒന്ന് കിടന്നോളൂ പ്ലീസ്. റിലാക്സ്, ടെൻഷൻ ഒന്നും വേണ്ട. റിലാക്സ്, ദാറ്റ്സ് ഫൈൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്ന് ഹെൽപ്പ് യു ഗേൾ. ഒരു മെയിൽ വിട്ടേക്ക്. ഓക്കെ, ചെയ്യാം മാഡം. യെസ്, സെൻഡ് ഹിം ഇൻ. ഉദയകുമാർ സാറിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഡീലിങ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണം. ഓക്കെ. എനിക്ക് ഒറ്റയ്ക്കാണ് സംസാരിക്കേണ്ടത്. Can you excuse us, please? Sure, Yes, ma'am. Okay, thanks. തലയ്ക്ക് എന്ത് പറ്റി? അത് പോട്ടെ. റേസ് മിസ്സിങ്. മിസ്സിങ്ങോ? എന്നുവെച്ചാ? എന്നുവെച്ചാ അവൻ രക്ഷപ്പെട്ടു. അപ്പോ ഇത് അവന്റെ വകയായിരിക്കും അല്ലേ? കണ്ണ് കാണാത്തത് ആർക്കാ? അവനോ അതോ നിനക്കോ? ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ അവൻ്റെ ഗേൾഫ്രണ്ടിനെ ചോദ്യം ചെയ്തു. കാര്യങ്ങളൊക്കെ മാഡത്തിന് എതിരാണല്ലോ. അവളോട് സംസാരിച്ച മാഡത്തിനോട് സംസാരിക്കാനാണ് പറയുന്നത്. മാഡം ആ ചെക്കനും തമ്മിൽ എന്തോ അവേദമോ അങ്ങനെ എന്തൊക്കെയോ. കോടതിയിൽ സ്ത്രീകളുടെ മൊഴിക്ക് നല്ല വിലയുണ്ട്. ഫോട്ടോ എവിഡൻസിനും നല്ല വിലയില്ലേ? സ്വപ്നയുടെ നമ്പർ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് മാറിയിട്ടൊന്നുമില്ലല്ലോ. ഇനി മോൻ സമയം കളയണ്ട. ഗോ ഫൈൻഡ് ഹിം. അല്ലെങ്കിൽ നമ്മൾ അകത്താകുന്നതിന് മുമ്പ് നിന്റെ വൈഫ് തന്നെ നിന്നെ തട്ടും. അല്ല കഴിക്കും സാറേ. ഇന്നാ ഫോൺ ആരെങ്കിലും വിളിക്കണോ? ഫാമിലി, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, അങ്ങനെ ആരെങ്കിലും? എനിക്കാരുമില്ല. ആ ഡോക്ടർ എപ്പോ വരുമെന്ന് പറ. കറക്റ്റ് 7 മണിക്ക് വരും സാറേ. കാറിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തോ. പിന്നെ ആ ബോക്സ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം.
അപ്പൊ എല്ലാം പറഞ്ഞ പോലെ 2 ലക്ഷം രൂപ. ദാ 1 ലക്ഷം അഡ്വാൻസ്. അതങ്ങനെ നോക്കും. 3 ലക്ഷം രൂപ എന്നല്ലേ പറഞ്ഞേ? എടി അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് അല്ല, പിന്നെ നേരത്തെ ഏറ്റുപോയതുകൊണ്ട് അവരെടുത്തോളാന്ന് സമ്മതിച്ചതാ. നീ അങ്ങോട്ട് പിടിച്ചേ. വേലയും പടയൊന്നും എടുക്കല്ലേ ഡോക്ടറെ? 3 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ അവനെയും കൊണ്ട് എനിപ്പോ ഇവിടുന്ന് പോകും. നീ ഇങ്ങനെ കണ്ണിച്ചോരയിലാ സംസാരിക്കുന്നത്. ശരി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 2 കിഡ്നിക്കും കൂടെ 3 ലക്ഷം. ദാ പിടിച്ചേ. പിടിക്കാനാ പറഞ്ഞത്. അല്ല 2 കിഡ്നി എടുത്ത ആള് കാഞ്ഞു പോലെ. കാഞ്ഞോ? അതുകൊണ്ട് എടാ നീ പറഞ്ഞ ലോപ്പസ് ആണ്. ലോപ്പസ് പുണ്യാളതൊന്നും അല്ല കേട്ടോ. അവന് സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെന്താ പ്രശ്നം? ഓപ്പറേഷൻ കഴിഞ്ഞ കുറച്ച് പഞ്ചസാരയിട്ട് അങ്ങ് കത്തിച്ചേക്കണം. കത്തിച്ചൂടെ? ഇനി ആചാരപ്രകാരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഴി എടുത്ത് അങ്ങ് മൂടിയിക്കണം. നീ ദൃശ്യം കണ്ടിട്ടില്ലേ? ആ സ്റ്റൈലില്ല. സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. എനിക്ക് പേഷ്യന്റിനെ കാണണം. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങളിതിന് കൂട്ടു നിൽക്കല്ലാട്ടാ. എടാ നമ്മളിങ്ങനെ ഭാഗ്യം വിറ്റ് ജീവിച്ചാൽ മതി. നമുക്ക് വേണ്ടി ഒരു ഭാഗ്യം. പള്ളി പോയി ഒന്ന് കുരിശ് വരച്ചാൽ തീരാത്ത ഒരു പാവവും ഇല്ല എന്നും പറഞ്ഞ് നീ പള്ളി പോയി കുമ്പസാരിക്കാൻ നിന്നാകല്ലേ. ഹൗ ഡു യു ഫീൽ നൗ? ഡോക്ടറെ, ഐ സ്പെഷ്യലിസ്റ്റ് എപ്പോ വരും? സമയം ഇപ്പൊ വരും. അതിനുമുമ്പ് നമുക്ക് ഒരു ബോഡി സ്കാൻ അങ്ങ് എടുത്തേക്കാം. ഷുഗർ ഒന്നും ഇല്ലല്ലോ? ഉണ്ടാവില്ല, ഐ എം ഷുവർ. എന്നാലും ജസ്റ്റ് ഒരു ചെക്കപ്പ്. ഓക്കെ ഫൈൻ. പ്ലീസ് 1 സെക്കൻഡ്. ഈ ലൈറ്റ് ഇട്ടോട്ടെ. ഓക്കെ. ഡോക്ടറെ, ഈ ഹോസ്പിറ്റൽ എന്താ കാലിയാണോ? ഇവിടെ ഇപ്പൊ മെയിൻ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, അപ്പൊ വേറെ രോഗികളൊന്നും ഇല്ലേ? ഒരു ഹോസ്പിറ്റലിന്റെ ശബ്ദമൊന്നും ക്ലിനിക്ക് അല്പം പഴയതായില്ലേ? ഇപ്പൊ ആൾക്കാർക്കൊക്കെ പുതിയത് മതിയല്ലോ. ഓരോ ദിവസവും ഓരോ പുതിയ ഹോസ്പിറ്റൽ മുളച്ച് പൊങ്ങുകയല്ലേ. പക്ഷെ സ്വർണം എത്ര പഴയതായാലും സ്വർണം തന്നെ. Am I right? വരും. ഹോൾ ബോഡി സ്കാനിങ് തന്നെ നടത്തിയേക്കാം. യു ആർ പെർഫെക്റ്റ്ലി ഹെൽത്തി. എന്നാലും എന്റെ ഒരു സമാധാനത്തിന് ലൈറ്റ്സ് ഓൺ പ്ലീസ്. വെരി ഗുഡ്. ആ ഷർട്ട് ഒന്ന് ഊരിക്കോളൂ. ഓ വെരി ഗുഡ് ബോഡി. കണ്ടാൽ അറിയാം ഉള്ളിലുള്ള ഐറ്റംസിന്റെ ക്വാളിറ്റി. ഒന്ന് സൈഡ് ചരിച്ച് കിടത്തിക്കോളൂ. കമഴ്ത്തി കിടത്തിക്കോളൂ. പാൻറ് അല്പം ലൂസാക്കിക്കോ. ലൂസാക്കിയോ? നത്തിങ് ടു വറി ജെന്റിൽമാൻ. ഓക്കെ. ദാറ്റ്സ് ഫൈൻ. വെരി ഗുഡ്. ഓക്കെ. എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിക്കണേ? കേബിൾ കണക്ഷൻ ഞാൻ തന്നെയാ കട്ട് ചെയ്തത്. ഇനി ചന്തുവിന്റെ എക്സാമിന് ശേഷം നീ ബിഗ് ബോസും സീരിയലും ഒക്കെ കണ്ടാ മതി. അവനെ എക്സാമിന് ഹെൽപ്പ് ചെയ്യ്. ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷന്റെ ഇടയ്ക്ക് എന്നെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന്. ഇതൊരു മേജർ ഓപ്പറേഷനാണ്. വയ്ക്കണി ഫോൺ. ഓപ്പറേഷനോ? എന്ത് ഓപ്പറേഷൻ? ആർക്ക് ഓപ്പറേഷൻ? നമുക്ക് ഒരു കിഡ്നി എടുത്താ പോരെ? 2 എണ്ണം. ഞാൻ 1 കോടി രൂപ തരാം. 1 കോടി. നിങ്ങളുടെ കയ്യിൽ പച്ച കുത്തിരിക്കുന്ന പല്ലാർപ്പാട് നമ്മയാണ് സത്യം. പൈസ ഞാൻ തരാം. എന്നെ വിശ്വസിക്കുക. 1 കോടി രൂപ. 1 കോടി. ഒരു കോടിയേ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഗെയിം ആൻഡ് ഹിയർ വി ഗോ. ഓക്കെ. ഡോക്ടറെ കേറല്ലേ? എന്റെ കയ്യിൽ ഈ വല്ലാർപാടത്തമ്മയുടെ പച്ച കുത്തിയത് ഇയാൾക്ക് എങ്ങനെ അറിയാം? പാടം എന്ന ദേശത്ത് വേമ്പനാട്ടുകായലിന്റെ ഗുഡ് മോർണിംഗ് റേ. സാറേ, Don't touch me. Don't touch me. Relax. You are fine. പേടിക്കണ്ട, സാറിന്റെ 2 കിഡ്നി അവിടെ തന്നെ ഉണ്ട്. ഇതെന്തൊരു പേടിയായത്? സാറേ, സാറ് ഭാഗ്യവാനാ. ഈ ഡോക്ടർ സാറിന്റെ 2 കിഡ്നി എടുക്കാനാ പ്ലാൻ ചെയ്തത്. അല്ലതേ, ഇടയ്ക്ക് ഒരു 1 കോടിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? അല്ല സാറേ, എന്റെ കൈ വല്ലാർപാടത്തമ്മയുടെ പച്ച കുത്തിയത് സാർ എങ്ങനെ അറിഞ്ഞു? അത് മാത്രമല്ല, എനിക്ക് നിന്നെ പറ്റി എല്ലാം അറിയാം. നീ ഒന്നും സാരിയല്ലേ എടുക്കാറ്? മൂക്കുത്തിട്ടിട്ടില്ലേ?
മുടി കൊണ്ടല്ലേ കെട്ടുന്നത്? കർത്താവേ, ആ ലോപ്പസ് ഓട്ടോക്കാരൻ വലിയ നയൻതാര ഫാൻ അല്ലടാ. അതുകൊണ്ടായിരിക്കുമല്ലോ നിന്റെ ഓട്ടോയുടെ ബാക്കിൽ നയൻതാരയുടെ പടം ഉള്ളത്. അയ്യോ ലോപ്പസ് എന്തോ ഇങ്ങനൊരു പുണ്യാളനോ? പുണ്യാളൻ സത്യം പറ, നീ ബ്ലൈൻഡ് ആയിട്ട് അഭിനയിക്കുകയാണോ? ഞാൻ ബ്ലൈൻഡ് ആയിട്ട് കുറച്ച് നാള് അഭിനയിച്ചിരുന്നു. നീയൊക്കെ കൂടി യവനെ എവിടുന്ന് തപ്പിക്കൊണ്ട് വന്നത്? യവൻ അധോലോകത്തിനെ വെല്ലുന്ന സൈസാണ് കേട്ടോ. യവനെ വെച്ച് നോക്കുമ്പോ നമ്മളൊന്നും ഒന്നുമല്ല. ഈ പറയുന്നത് മൊത്തം ഫുൾ ഉടായ്പാണല്ലോ. ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഒരു ഓണം ബമ്പർ വിറ്റ എത്ര രൂപ കിട്ടും? 30. 1 കോടി രൂപ കിട്ടാൻ എത്ര എണ്ണം വിൽക്കണം? റേ, നീ കാര്യം തെളിച്ചു പറ. ഞാൻ പറയാം, നിങ്ങൾ പ്രവർത്തിക്കണം.